ഇന്നലെ എപ്പോഴും പറയുന്ന സിംപ്ലിഫിക്കേഷൻ മെത്തേഡിൽ അല്ലെങ്കിൽ മെന്റൽ എബിലിറ്റിയിൽ അല്ലെങ്കിൽ മാത്സിൽ വരുന്ന ഒരു ഏരിയ ആണ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി മാത്രമാണ്. അത് പക്ഷെ അത് അറിഞ്ഞാലേ ചെയ്യാനും പറ്റുള്ളൂ. നിങ്ങൾക്ക് ക്യൂബ് റൂട്ട് അറിയാമോ? ക്യൂബ് റൂട്ട് 1ന്റെ ക്യൂബ് എത്ര? 1ന്റെ ക്യൂബ് 1. 2ന്റെ ക്യൂബ് എത്ര? 8. 3ന്റെ ക്യൂബ് എത്ര? 27. 4ന്റെ ക്യൂബ് എത്ര? 64. 5ന്റെ ക്യൂബ് എത്ര? 125. 6ന്റെ ക്യൂബ് എത്ര? 216. 7ന്റെ ക്യൂബ് എത്ര? 343. 8ന്റെ ക്യൂബ് എത്ര? 5 1 2 512. 9ന്റെ ക്യൂബ് എത്ര? 7 2 9 അല്ലേ? ശരിയല്ലേ? 790 തന്നെയാണ്. 10ന്റെ ക്യൂബ് എത്ര? 1000. അറിയാമോ ഇതറിയാമോ? മാത്സ് പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ ഞാൻ എന്തിനാണ് ഇത് എഴുതിയതെന്ന് പലർക്കും അറിയാം. എന്ത് കാണുന്നതിനാണ് നമ്മൾ ഇത്രയും 10 വരെയുള്ള ക്യൂബ് കാണാൻ പഠിക്കുന്നത്? നിങ്ങൾ 30 വരെയുള്ള ക്യൂബ് അറിഞ്ഞിരിക്കണം. പക്ഷെ 10 വരെയുള്ള ക്യൂബ് വെച്ചിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ, ഒരു പാർട്ട് നമ്മളോട് ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്, അല്ലേ? എന്താണ് കാണുന്നത്? ഞങ്ങള് PSCക്കും UPSCക്കും എല്ലാത്തിനും ചോദിക്കുന്ന ഏരിയ ആണ്. അതാണ് എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത്, അല്ലേ? ഇവിടെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ക്യൂബ് റൂട്ട് ഇത് അറിയണമെങ്കിൽ ഈ സാധനം അറിയണം. ഈ സാധനം ഫ്ലുവന്റ് ആയിരിക്കണം. 1ന്റെ ക്യൂബ് 1, 2ന്റെ ക്യൂബ് 8, 3 27, 4 64, 5 125, 6 716, 7 343, 8 512, 9 729, 10,000 എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. ഇത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു നോക്കി. കഴിഞ്ഞാൽ ഞാൻ എഴുതിയിട്ട് തരാം. അതായത് നമ്മൾ ഇങ്ങനെ എഴുതുന്നത് പഠിച്ചിട്ട് ഇങ്ങനെ എഴുതും. 2 ഇങ്ങനെ ഇവിടെ എഴുതി പഠിച്ചു വെച്ചിരിക്കും. ഇത് മനസ്സിലായി കാണും, പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, അല്ലേ? അതായത് 2ന്റെ ക്യൂബ് എത്ര തന്നെയാണ്? 2 വന്നു കഴിഞ്ഞാല് 8 തന്നെയാണ്. 8 വന്നു കഴിഞ്ഞാലും അവസാനം എത്ര തന്നെയാണ്? 8 വന്നു കഴിഞ്ഞാലും അവസാനം എത്രയാണ്? അവിടെ 2 തന്നെയാണ്. ഇനി 3ന്റെ ക്യൂബ് എടുക്കുമ്പോഴത്തേക്ക് അവസാനം എത്ര തന്നെയാണ്? 27. 7 തന്നെയാണ്. 7ന്റെ എടുത്തു കഴിഞ്ഞാലും എത്ര തന്നെയാണ്? 3 തന്നെയാണ്, അല്ലയോ? 7 എടുത്ത അവസാനം 3 അല്ലേ? ആണോ? 7 എടുത്ത അവസാനം 3 അല്ലേ? 2. 2ന്റെ 8, 8ന്റേത് 2. നോക്കിയോ? 3ന്റേത് 7, 7ന്റേത് 3. ഓക്കെ, ബാക്കിയെല്ലാം സെയിം ആണ്. വ്യത്യാസമുള്ളത് മാത്രമേ ഉള്ളൂ. നോക്കിയോ? 1ന്റേത് 1, 4ന്റെ അവസാനം 4, 5ന്റെ അവസാനം 5, 6ന്റെ അവസാനം 6, 9ന്റെ അവസാനം 9, 1000ന്റെ അവസാനം 0 0. റെഡിയല്ലേ? റെഡിയാണോ? മനസ്സിലായില്ലേ? അതായത് 2നും 3നും മാത്രമാണ് അവസാന അക്കം വ്യത്യാസമായിട്ടുള്ളത്, അല്ലേ? 2നും 3നും മാത്രമേ അവസാന അക്കങ്ങൾ എന്തുള്ളൂ? വ്യത്യാസമുള്ളൂ. 2നും 3നും. 2ന്റേത് 8ഉം 3ന്റേത് 7ഉമാണ്. 2ന്റെ അവസാനം 8ഉം 8ന്റെ അവസാനം 2ഉം, അല്ലേ? 2ന്റെ അവസാനം 8, 8ന്റെ അവസാനം 2. ആ വ്യത്യാസമുണ്ട്. ബാക്കി എല്ലാത്തിനും സെയിം ആണ് കേട്ടോ. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഓക്കെ, അതായത് 2ന്റെ അവസാനം 8, ശ്രദ്ധിച്ചോളണം. 2ന്റെ അവസാനം 8 ആണ്. 8ന്റെ അവസാനം 2 ആണ്. ഓക്കെ, അതായത് 2ന്റെ ക്യൂബ് 8 ആണ്. 8ന്റെ ക്യൂബ് 512, 2 ആണ്. അടുത്തത് 3ന്റെ അവസാനം 7 ആണ്. അതായത് 3ന്റെ ക്യൂബ് 27 ആണ്. 7ന്റെ അവസാനം 3 ആണ്. 7ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 343 ആണ്. പിടികിട്ടിയോ? മനസ്സിലായ? ഈ കാര്യം പിടികിട്ടിയോ? അപ്പൊ ഈ ക്യൂബ് കാണാൻ പഠിച്ചിരിക്കുക. സിമ്പിൾ ആണ് പഠിക്കാനായിട്ട്. ഓക്കെ, 2 3 മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, 2ന്റെ ക്യൂബ് 8 ആണ്. 8ന്റെ ക്യൂബ് 512 ആണ്. 3ന്റെ ക്യൂബ് 27 ആണ്. എന്നാൽ 7ന്റെ ക്യൂബ് 343 ആണ്. അതായത് 2ന്റെ അവസാനം 8ഉം 3ന്റെ അവസാനം 7ഉം ആണ്. 8ന്റെ അവസാനം 2, 7ന്റെ അവസാനം 3. അത് അറിഞ്ഞിരുന്നാൽ മതി. സിമ്പിൾ. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നോക്കുകയും ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് നമുക്ക് അവസാനം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്തിനാണ് എഴുതിയത്. അതായത് ക്യൂബ് റൂട്ട് ഓഫ്
നോക്കാം. ഇതിന്റെ ഉത്തരം പെട്ടെന്ന് അറിയാനുള്ള കണ്ടുപിടിച്ച് പറഞ്ഞേ. ആ കണ്ടുപിടിക്കാനുള്ള വഴിയാണ് മുകളിൽ കിടക്കുന്നത്. ഈ വഴി PC എപ്പോഴും ചോദിക്കുന്നതല്ലേ, നമുക്കും ചോദിക്കും. കിട്ടിയാടേ? എനിപ്പടെ ആരും കിട്ടിയില്ലേ? ഉത്തരം ആരും കിട്ടിയില്ലേ? ആർക്കും കിട്ടിയില്ലേ ഉത്തരം? അയ്യോ അല്ല. ഒന്നുമില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ഇതിന് രണ്ടായിട്ട്, ഇപ്പൊ 6 അക്കമുള്ള സംഖ്യയല്ലേ, അതിനെ ഒരേപോലെ തുല്യ അക്കമുള്ള സംഖ്യയെ വിഭജിക്കുന്നു. 658 503 അതില് 503 ഏതിന്റെ ക്യൂബ് ആണെന്ന് നോക്കുക. 503 അത് നമുക്കറിയാം. 3ന്റെ അവസാനം 8 7അല്ലേടേ? 3ന്റെ അവസാനം 7, 3 വന്നാ 7അല്ലേ? അപ്പൊ ഇത് 7 കഴിഞ്ഞു, അതവിടെ കഴിഞ്ഞു. അടുത്ത 658 അത് നമുക്ക് അറിഞ്ഞൂടല്ലോ. അപ്പൊ 658 ക്യൂബ് വരുന്ന ഏതാണ്? 658 വരുന്ന ഏതാണ്? 658 ഇല്ല. എത്രയേ ഉള്ളൂ? 8. 8ന്റെ ക്യൂബ് എത്ര? 8ന്റെ ക്യൂബ് എത്ര? 8ന്റെ ക്യൂബ് 512 ആണ്. 8ന്റെ ക്യൂബ് 512. 9ന്റെ ക്യൂബ് എത്ര? 729. ഇതിന്റെ രണ്ടിന്റെയും കൂടെ ബിറ്റ്വീൻ മധ്യത്തിലാണ് ആര് വരുന്നത്? 658. ശരിയല്ലേ? 512ന്റെയും 729ന്റെയും മധ്യത്തിലല്ലേ 658 വരുന്നത്? ആണോടെ? ആണ്. അപ്പം ഈ 658 അടുത്ത് നിൽക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? 658 അടുത്ത് നിൽക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ 512 ആണോ 729 ആണോ? ചെറുതേ നോക്കാവൂ. 512 അല്ലേ? 512 ഏത് റൂട്ടാ? എത്ര റൂട്ടാ 512? 8 റൂട്ടാണ് അല്ലേ? 8 റൂട്ട്. അപ്പൊ 652 8 റൂട്ടാണ്. അതായത് 87. ആൻസർ 87. നിങ്ങൾ നോക്കിയാൽ മതി. 87ന്റെ ക്യൂബ് എന്ന് പറയുന്നത് ഇത്രയും കിട്ടും. ഉത്തരം 87. സിമ്പിൾ ആണ്. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒരു കോൺഫിഡന്റ് ആവും. ഇത് നിങ്ങൾ പിന്നെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്ത് നോക്കും. ഒരു ചോദ്യം ചെയ്യാം, പെട്ടെന്ന് നിങ്ങൾ കോൺഫിഡന്റ് ആവട്ടെ. ഇത് ചെയ്തോ. റൂട്ട് ഓഫ് 13,824 3 വെച്ച് തിരിക്കണം കേട്ടോ. ഇതിന്റെ ക്യൂബ് റൂട്ട് എത്ര? 4 1 ഏതാ? 4 തന്നെ. 64 അല്ലേ? അവസാനം 4 വരുന്നത് 4ന്റെ ക്യൂബ് അല്ലേ? 64. ഓക്കെ. അപ്പൊ അത് കിട്ടിയല്ലോ. അതായത് 13ആയിട്ട് വേർതിരിക്കാം, 824 ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇത് 4 കിട്ടി. ഇനി 13 വരണ ഏതൊക്കെയുണ്ട്? 13 വരണ ഏതൊക്കെ ക്യൂബുകളാ നോക്ക്. 13 വരുന്നത് 3ന്റെ ക്യൂബ് 27 അല്ലേ? 3ന്റെ ക്യൂബ് 27 ഇല്ലേ? ഇനി അതിന് തൊട്ട് അടുത്ത 4ന്റെ ക്യൂബ് എത്ര? 4ന്റെ ക്യൂബ് 64 ആയി പോകില്ല. അപ്പൊ തൊട്ട് മുകളിലുള്ള നോക്കുക. 27 തൊട്ട് മുകളിലുള്ള ഏതാ? 2ന്റെ ക്യൂബ് അല്ലേ? 2ന്റെ ക്യൂബ് എത്ര? 8. അപ്പൊ 13. അപ്പൊ 8ന്റെയും 64 നോക്കണ്ട അല്ലേ? 8 27 നോക്കിയാൽ 13 അല്ലേ? അപ്പൊ 8ന്റെയും 27ന്റെയും ബിറ്റ്വീൻ ആണ് 13 എന്ന് പറയുന്നത്. ഇനി 13നോടായിട്ട് അടുത്ത് നിൽക്കുന്ന ചെറിയ സംഖ്യ ഏതാ? 8. അല്ല 8 ആണ്. അതിന്റെ ക്യൂബ് എത്രയാണ്? 2 ആണ്. 2ന്റെ ക്യൂബാണ് 2 ആണ്. അപ്പൊ ഉത്തരം എത്ര? 24. റെഡി. ഒന്നും കൂടി പറയട്ടെ. ഒരെണ്ണം കൂടെ പറയട്ടെ. ഒന്നുകൂടെ ഒന്ന് കോൺഫിഡന്റ് ആവട്ടെ. അതങ്ങ് പഠിച്ചോളൂ. ഇത്രയേ ഉള്ളു. എല്ലാ ക്വസ്റ്റ്യനിലും ഈ ഒരു ക്വസ്റ്റ്യൻ കാണും. ക്യൂബ് റൂട്ട് കാണാനായിട്ട്. ക്യൂബ് റൂട്ട് ഓഫ്
804 ഓ 350. ചോദിച്ചോ. ആ ആ അതില് അയ്യോ ഒത്തിരി സംഖ്യ കണക്ക് ചെയ്യുന്ന എവിടെ നിന്ന് എങ്ങോട്ടാ? കണക്ക് ചെയ്യുമ്പോ എപ്പോഴും എവിടെ നിന്ന് എങ്ങോട്ടാ ചെയ്യുന്നത്? എവിടെ നിന്ന് എങ്ങോട്ടാ ചെയ്യുന്നത്? ആ ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ യൂണിറ്റ് ഡിജിറ്റ്സ് എണ്ണുന്നത്. അതൊക്കെ നിങ്ങളെ പഠിപ്പിക്കണോ? 1ാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതല്ലേ? ആ ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ എണ്ണാവൂ സംഖ്യകള്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണരുത് സംഖ്യകള്, കേട്ടോ? ഓക്കെ ഓക്കെ റെഡി. ഇത് പറഞ്ഞോ. വെരി ഗുഡ് 93. നോക്കിയോ, 3 ഡിവൈഡ് ചെയ്യുമ്പോൾ 7 വന്നാൽ ഉത്തരം എത്രയാണ് നമുക്ക് അറിയാം. 7 വന്നാൽ 3 അല്ലേ? ഇല്ലടേ. 7 വന്നാൽ 3. ഇനി 804 അടുത്ത് നിൽക്കുന്ന ക്യൂബ് ഏതാ? 804 അടുത്ത് നിൽക്കുന്ന ക്യൂബ് ഏതൊക്കെയാണ്? 7ന്റെ ക്യൂബ്, സോറി 804 എന്ന് പറയുമ്പോഴത്തേക്ക് 9 വരും അല്ലേ? 9 വരും. 729 വരും. 9ന്റെ ക്യൂബ് എത്ര? 709. 10ന്റെ എത്ര? 1000. 1000ത്തിന്റെയും 729 ഇടയിലാണ് 804. 804 ഏറ്റവും അടുത്ത് നിൽക്കുന്നത് 729 ചെറുത്. അടുത്ത് നിൽക്കുന്ന ചെറുത്. 729 ക്യൂബ് എന്ന് പറയുന്നത് 9. അപ്പൊ 9. ഉത്തരം 93. എളുപ്പമില്ലടേ. എളുപ്പമില്ലടേ ചെയ്യാനായിട്ട്. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആകണമെങ്കിൽ ഏതറിഞ്ഞിരിക്കണം? വൃത്തിയായിട്ട് ഏതറിഞ്ഞിരിക്കണം? ഈ ക്യൂബ്. 10 വരെയുള്ള ക്യൂബ് അറിഞ്ഞിരിക്കണം. ഈ 2ന്റെ 8 3ന്റെ 7 ഒക്കെ അങ്ങനെയുള്ള ആ ട്രിക്കുകളൊന്നും മനസ്സിലാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഏത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. ചോദ്യം ചോദിക്കുകയും ചെയ്യും. ഞാനൊരു 2-3 ഹോംവർക്ക് ഇട്ടിട്ടെ. ചെയ്യൂടെ? എഴുതട്ടാ? ഓക്കെ. ക്യൂബ് റൂട്ട് ഓഫ് 74,088. രണ്ടാമത്തത് ക്യൂബ് റൂട്ട് ഓഫ് 941,192. മൂന്നാമത്തത് ക്യൂബ് റൂട്ട് ഓഫ് 314,432. ക്യൂബ് റൂട്ട് ഓഫ് നാലാമത്തത് ക്യൂബ് റൂട്ട് ഓഫ് 12,167. 5 ക്യൂബ് റൂട്ട് ഓഫ് 375,821. 5 കിടന്നോട്ടെ. ഈ 5 ഹോംവർക്ക് ചെയ്തോ? അറിയാന്നുള്ളവർക്ക് ഇപ്പൊ തന്നെ കിട്ടിക്കാണും. ആ ക്യൂബ് അറിയാന്നുള്ളവർക്ക്. ഓക്കെ. അപ്പൊ ഒരു സെക്ഷനോട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നില്ല? മനസ്സിലായില്ലേ? ഇത് മനസ്സിലായോ? ക്ലിയർ ആണോ? അല്ലേ? ആ ക്യൂബ് പഠിക്കണേ. ക്യൂബും സ്ക്വയറും 30 വരെ അറിഞ്ഞിരിക്കണം. ക്യൂബും 30 വരെ അറിഞ്ഞിരിക്കണം. പക്ഷെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ 10 വരെ ഉള്ളത് മതി. അത്രേ ചോദിക്കത്തുള്ളൂ. 10 വരെ ഉള്ളതേ ചോദിക്കത്തുള്ളൂ, വേറെ ചോദിക്കത്തില്ല. റെഡി അല്ലേ? റെഡിയാണോ? റെഡിയാണ്. നമ്മളിപ്പോ ചെയ്ത ചോദ്യം ഞാൻ നിങ്ങളെ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യാം. ടെലഗ്രാം ലിങ്കും തരും. അപ്പൊ അതിൽ കൂടെ ജോയിൻ ചെയ്യണം നിങ്ങൾ. അപ്പൊ ബാക്കി കഴിഞ്ഞ ദിവസം ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ ബാക്കി ക്വസ്റ്റ്യൻസുകൾ, എല്ലാ സെക്ഷന്റെയും ക്വസ്റ്റ്യൻസുകൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് തരും. ചെയ്ത് പരിശീലിക്കുക. ഓക്കെ, റെഡി അല്ലേ? എഴുതിയോ? ഓക്കെ. ഇത്രേ ഉള്ളടേ. മാത്സ് ഒക്കെ ഇത്രേ ഉള്ളൂ. മാത്സ്